ഡോക്ടറെ നന്ദിയുണ്ട് പെട്ടെന്ന് ഡിസ്ചാർജ് വാങ്ങി തന്നേനെ. ഇതിനൊക്കെ എന്തിനാന്നേ നന്ദി? ഇത് ഞാൻ എന്റെ പാത്തിന് വേണ്ടി ചെയ്തതല്ലേ. പാത്തു ഒരു ദിവസം വീട്ടിലേക്ക് വരണം. ആ വരണ്ടി ഇവിടെ. നിങ്ങൾ പോകുമ്പോ ഫാർമസിയിൽ ബില്ല് അടക്കണ്ട കേട്ടോ. റൂമിന്റെ ഫീസ് മാത്രം കൊടുത്താൽ മതി. മരുന്നുകളൊക്കെ എന്റെ വക ആവട്ടെ. അയ്യോ അതൊന്നും വേണ്ട, ഞങ്ങൾ എല്ലാത്തിനും ഇത് കൊടുത്തോളാം. ഡോക്ടർക്ക് അതൊരു ബുദ്ധിമുട്ടാകും. എന്ത് ബുദ്ധിമുട്ട്? അല്ലെങ്കിൽ ഒരു കൊടുത്തോളും. അന്റെ സൗജന്യം പാസ് ചെയ്യാം. ഈ പാത്തോന്റെ ഒരു കാര്യം കാലം എത്ര കഴിഞ്ഞാലും ഇവളെ സ്വഭാവത്തിന് ഒരു മാറ്റമില്ല. ഇവക്ക് ഇപ്പോഴാ പഴയ കുഞ്ഞുമോന്റെ സ്വഭാവം തന്നെ. അന്റെ മാതിരിയെ കാലത്തിനൊത്ത സ്വഭാവം മാറ്റാനേ എന്നെ കിട്ടൂല. എന്താ പാത്തു ഇത്? ഇതൊക്കെ വേറെ ഫാഷനല്ലേ? ഫാഷനൊക്കെ തന്നെ കോളേജ് കാലത്ത് ഫാഷൻ നോക്ക് ഇപ്പൊ. നീ ഇപ്പൊ സന്തോഷത്തോടെ പോവാൻ നോക്ക്, മഴക്കടിക്കാതെ. ഒരു ദിവസം ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. ആവശ്യമില്ല ഈ പാത്തുവിന്റെ ഒരു കാര്യം. എന്നെ കുഞ്ഞുമ്പോ നമുക്ക് പോവാം. പോയിട്ട് വേണം. ജൂണിന് എത്തി. ഇവർക്ക് കൂടെയും ബാഗൊക്കെ വാങ്ങാനുള്ളതാ. ഞാന് ഇവക്ക് കാര്യം കേടാ അന്ന് ഇവരെ കൊണ്ടുപോകാൻ വിചാരിച്ചായിരുന്നു. ഇതിപ്പോ 2 ദിവസം വൈകി പോയില്ലേ. അമ്മേ എനിക്ക് ബ്ലാക്ക് പിങ്കിന്റെ ബാഗ് മതി. കറുപ്പും ചുവപ്പും ബാഗ് തന്നെ വാങ്ങിക്കൊടുത്തോണ്ടിട്ടോക്ക്. നമുക്ക് എല്ലാവർക്കും കൂടി പോവാം. അതല്ലേ നല്ലേ? അതാ നല്ലേ. അപ്പൊ ക്ലാരമോക്കുള്ള ബാഗോ? ക്ലാരമോളമ്മയും പാറുവിന്റെ അമ്മയും കൂടി ബിസിനസിന്റെ എന്തോ കാര്യത്തിന് പോയതല്ലേ? അവർ കണ്ണൂരിൽ പോയതാ. ഇനി ഒരാഴ്ച എടുക്കും പറഞ്ഞു തിരിച്ചു വരാനായിട്ട്. നമുക്ക് എല്ലാവർക്കും ഉള്ള എടുക്കാം. അവളിപ്പോ ജെന്നിയുടെ വീട്ടിലല്ലേ, നമുക്ക് വിളിച്ചു പറയാം മോള് വരുന്നുണ്ടെങ്കിൽ വാന്ന്. എനിക്ക് പിന്നെ ഒരു പർദ്ദയും വാങ്ങണം. കഴിഞ്ഞ പെരുന്നാൾക്ക് ഞാൻ ഡ്രസ് എടുത്തിട്ടില്ല. ഈ പെരുന്നാൾക്ക് ഒരു പർദ്ദ വാങ്ങണമെന്നുണ്ട്. ഇച്ചാപ്പിക്ക് പെരിക്കൊക്കെ ഉള്ളതോ? ശിശു ഞാൻ മറന്നു. അമ്മക്ക് വേഗത്തുണ്ടാകാൻ അവിടെയല്ലേ. അവരിനി എന്നാ വരാ? തൽക്കാലം ഇപ്പൊ നമുക്ക് പോവാം. അതാ നല്ലേ. എന്താണ് കുട്ടികളുടെ സ്കൂൾ തുറക്കാനായില്ലേ? അതിനെ കുറിച്ചാണോ? അല്ലടി എന്റെ സ്കൂൾ തുറക്കാനായില്ലേ, അതിനെ കുറിച്ച് പറയുന്നു. എന്തേ ഈ പാത്തൂനൊരു തമാശ. എന്തുകൂടി നാണം കെടുത്തത്. പരമാവധി ഞാൻ നാണം കെടുത്തടി. സത്യം പറഞ്ഞിക്കാനോട് നല്ല അസൂയുണ്ട്. നമുക്ക് പോവാം. ഇന്ന് വൈകുന്നേരം തന്നെ പോണം ബുക്ക് ബാഗൊക്കെ വാങ്ങാനായിട്ട്. സേനു നിങ്ങളോട് അങ്ങോട്ട് വരാൻ പറഞ്ഞിരുന്നു. അയ്യോ കുഞ്ഞുമത്താ, ഇവക്ക് കൊടുത്ത ഡ്രസ്സും അതൊക്കെ വീട്ടിൽ തന്നെ വെക്കാനുള്ളതാ. പിന്നെ ഏട്ടൻ വീട്ടിൽ ഒറ്റക്കല്ലേ? വേണ്ട, ഇനിയിപ്പോ ഉച്ചയായില്ലേ, ഇനിയിപ്പോ വീട്ടിലേക്ക് പോട്ടെ. രാത്രിക്കുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കാനുള്ളതല്ലേ. സേനു നിങ്ങളോട് കാത്തിരിക്കും. അവിടെ ദേവ് പറൂലേ, അവർക്ക് 2 പേർക്കും കൊടുക്കാൻ പറ. അവരുടെ സന്തോഷത്തിന്. എന്നാ നിങ്ങൾ അവരെയും കൊണ്ട് വന്നാൽ മതി കടയിലേക്ക്. ഇന്ന് നമുക്ക് 3 ആൾക്കും കൂടി അവന്റെ കുടി കൊറ്റി ഓരോടണ്ട് വരാൻ പറയാം. അതായിരിക്കും നല്ലത്. ഇനിയിപ്പോ അങ്ങോട്ട് വരാനൊന്ന് വയ്യ. ഇനിയിപ്പോ അവിടെ പോയി ഇങ്ങോട്ട് വന്ന് റിസ്ക് അല്ലേ കടയിൽ പോകുന്നതൊക്കെ. അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് വിടാം. അവിടുന്ന് പോവാം. അതാ നല്ലത്. പെട്ടെന്ന് പോണം, പെട്ടെന്ന്. അല്ലെങ്കിൽ ഡോറാബുജിന്റെ ബാഗും ബ്ലാക്ക് പിങ്കിന്റെ ബാഗൊക്കെ കഴിഞ്ഞു പോകും. പിന്നെ എനിക്ക് സിൻഡ്രല്ലയുടെ കൂടെ വേണം. ഒക്കെ മേടിക്കാം. നമ്മൾ നടക്ക്. ഓക്കെ അമ്മേ. ഈ പാത്തു എന്നോടൊന്നും മിണ്ടില്ല. എനിക്ക് നല്ല സങ്കടമായി. ഇവിടെ ഇങ്ങനെയാ ഒരു ജാതി സ്വഭാവം ഇവക്ക്. അവക്ക് എന്നോട് എന്തെത്ര ദേഷ്യം. അതൊക്കെ ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്. തേങ്ങ ഇവിടെ ഇത് മാത്രമാണെന്ന് തോന്നുന്നു. ആരെ വരുന്നുണ്ടല്ലോ? ദൈവമേ, ആ പിങ്കിയാ? എന്നാ തീർന്നു. കഷ്ടം. ഇനി എന്നാ ചെയ്യും? ഈ അലമാറൊക്കെ തുടച്ചിരിക്കും. ഒന്ന് കിടക്കണം. ഒന്ന് കിടക്കട്ടെ. ഇത്ര പെട്ടെന്ന് തള്ള ഉറങ്ങിയോ? പെട്ടെന്ന് മുങ്ങാൻ. അയ്യോ എന്റെ തല. അയ്യോ അമ്മച്ചി ഉറങ്ങിയില്ലായിരുന്നോ? ഇല്ലടാ, നമ്മൾ ഉറങ്ങിയിട്ടില്ലേനോ. ഇതെന്താ വിചാരിച്ചേ നമ്മൾ ഉറങ്ങിന്നാ? നമ്മൾ ഉറങ്ങിയിട്ടൊന്നുമില്ല. നമ്മളെന്നെ പൊടിക്കാൻ വേണ്ടി നാടകം കളിച്ച. നീല മണ്ടി വാ. അയ്യോ ഞാൻ പോയിക്കോളാം. അവിടെ നിക്കടാ കാലമാടാ. എന്താ ഇത് കുഞ്ഞുമുത്ത? ഒന്നുമില്ലടാ, ഒരു ചെറിയ ഡോസാ, കുഞ്ഞൊരു ഡോസ്. ജവിടെ നിക്ക്, നീല വരട്ടെ എന്നിട്ട് ബാക്കി. കള്ളന് ചട്ടകം പഠിപ്പിച്ചു കൊണ്ടുപോയി. അയ്യോ വേണ്ടേ, ഞാൻ പോവണേ. അവിടെ നിക്കടാ. ആ സ്വർണ്ണം എടുത്തേക്ക് എന്നിട്ട് എന്റെ കൂടെ വാ. ഇവൻ ഒരാളൊന്നും ആവൂല. അവിടെ നിക്കേ. ഡിസ്ചാർജ് ആയി. ഡിസ്ചാർജ് ആയോ? നമ്മളോട് എല്ലാവരും മാറ്റാനായിട്ട്. ഇന്ന് വൈകുന്നേരം തന്നെ നമുക്ക് സ്കൂളിലേക്കുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകണം. കുറച്ചു മുമ്പ് സൈനത്താക്ക് വിളിച്ചു പറഞ്ഞത്രേ. അയ്യോ അപ്പൊ ക്ലാരെ നമ്മൾ എങ്ങനെ കൊണ്ടുപോകും? അവർക്ക് ജെന്നിയുടെ മമ്മ ഉണ്ടല്ലോ, അവളുടെ എല്ലാം അവര് മേടിച്ചു കൊടുത്തോളൂ. അല്ല അപ്പൊ ആന്റി നമ്മളെ വഴക്ക് പറയും. ഓ ആന്റി ആ ജെന്നിയുടെ മമ്മ ആളെന്നാ, പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ പെട്ടെന്ന് ഒരുങ്ങാനായിട്ട് പറഞ്ഞു. നമ്മളോട് പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞു. അമ്മ അവിടുന്ന് മാറ്റിയിട്ട് നേരെ നമ്മൾ പോകുന്ന കടയിലൊക്കെ എത്തും. നമ്മൾ ഇവിടുന്ന് മാറ്റിട്ട് നമ്മൾ നേരെ കടയിലൊക്കെ എത്തും. ചേച്ചി നമുക്ക് ബിടിഎസിന്റെ ബാഗ് വാങ്ങാം. അയ്യേ എനിക്കിപ്പോ ബിടിഎസ് ഒന്നും ഇഷ്ടമല്ലാതായിട്ടുണ്ട്. ഞാനേ നല്ല സ്റ്റാൻഡേർഡ് ബാഗ് വാങ്ങും. ബിടിഎസിന് എന്താ കുഴപ്പം? ബിടിഎസിന് കുറ്റം പറയല ചേച്ചി. ഇത്രയും കാലം ബിടിഎസിനെ ആരാധിച്ചോടെ ഇപ്പൊ അതിനെ കുറ്റം പറയാ? അത് പിന്നെ ഇപ്പൊ എനിക്ക് മനസ്സിലായി. അവരൊക്കെ മണ്ടന്മാരാന്ന്. അവർക്കാലും സൗന്ദര്യ ദേവി മേടിച്ച് തന്നിട്ടുണ്ട്. ഓ അവരൊക്കെ ലിപ്സ്റ്റിക് മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടാ അത്രയും ഭംഗി. പിന്നെ ചേച്ചി നമുക്ക് കൊട വാങ്ങുമ്പോ നല്ല സിൻഡ്രല്ലയുടെ കൊട വാങ്ങാം. ഞാൻ നല്ല പിങ്ക് നിറത്തിലുള്ള വെറും പിങ്ക് ആയിട്ടുള്ള ഫോട്ടോ പ്രിന്റ് ഒന്നും ഇല്ലാത്ത കൊട വാങ്ങും. കഴിഞ്ഞ കൊല്ലം വരെ ചേച്ചിക്ക് ഫോട്ടോ പ്രിന്റ് ഒക്കെ വേണമായിരുന്നല്ലോ. ഇക്കൊല്ലം ഒന്നും വേണ്ടേ? അതൊക്കെ എന്തിനാ, വല്ല കാര്യം ഉണ്ട് അതുകൊണ്ടൊക്കെ. ഓ ചേച്ചി ഇപ്പൊ വലിയ പ്ലസ് 2 ആയ പോലെ ഉണ്ട്. വർത്തമാനമൊക്കെ കേട്ടാല്. ഓ എന്നാ മെച്ചൂരിറ്റിയാ. ഇനി അവിടെ ചെന്നോണ്ടേ ഞങ്ങളുടെ സിൻഡ്രല്ല കൊടമ്പൊക്കെ കണ്ണു വെക്കരുത്. പറഞ്ഞില്ലെന്ന് വേണ്ട. അതൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോ അവിടെ പിന്നെ മനസ്സ് മാറിയാലേ ഞാൻ അങ്ങനത്തൊക്കെ എടുക്കും. അതൊക്കെ എന്റെ ഇഷ്ടം. അതൊന്നും നീ നോക്കണ്ട കേട്ടോ.
ഐറ്റം ഞാൻ വാങ്ങത്തില്ല. നിങ്ങൾ ചെള്ളു പിള്ളേര്, നിങ്ങളെ പോലത്തേക്ക് വാങ്ങിയാലേ എന്റെ വെയിറ്റ് അങ്ങ് പോകും. ആ ഞങ്ങളെ ചെള്ളു പിള്ളേരൊന്നും അല്ല ചേച്ചി, ഞങ്ങളെ നല്ല ന്യൂ ജനറേഷൻ പിള്ളേരാ. ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല പക്വതയുണ്ട്. ഞങ്ങൾക്ക് എവിടെയെന്ന് സംസാരിക്കണം എന്നറിയാം. ഞങ്ങളുടെ ജനറേഷൻ വെച്ചിട്ട് അറിയാഞ്ഞിട്ടാ. പറച്ചിട്ട് കേട്ടതൊന്ന് മൂക്ക് ടെൻഷൻ കിട്ടിയിന്ന്. ഞങ്ങൾ ജനറേഷൻ കുറച്ചും കൂടി അപ്ഡേറ്റഡാ ചേച്ചി. ഞങ്ങൾ ഇങ്ങനെ ഈ യൂണിക്കോണിന്റെ ബാഗ് അങ്ങനത്തെ ബാഗ് അതൊന്നും ഞങ്ങൾ ശ്രദ്ധിക്കേ ഇല്ലാന്നൊന്നും ചേച്ചി വിചാരിക്കണ്ട. ഞങ്ങൾക്ക് അതൊക്കെ തന്നെ ഇഷ്ടം. ഈ പറയുന്ന ചേച്ചി യൂണിക്കോണും അതും ഇതൊന്നും നോക്കാൻ നിൽക്കരുതേ. അതൊന്നും പറയാൻ പറ്റില്ല, എനിക്ക് ഇഷ്ടപ്പെട്ട ഞാനങ്ങനെ എടുക്കും. അത് തന്നെ നിങ്ങളുടെ ജനറേഷനെ അപ്ഡേറ്റഡ് ആണെങ്കിൽ ഞങ്ങളുടെ ജനറേഷൻ എന്താ പറയാ റീസ്റ്റാർട്ട് ആണ്. മനസ്സിലായോ? ഞങ്ങളുടെ ജനറേഷൻ നന്നാക്കി എടുക്കാൻ പോവാം. ഞങ്ങളുടെ ജനറേഷൻ ഫുൾ മെച്ചോർഡ് ആയിരിക്കും. നിങ്ങളെ പോലെ കളിപ്പാവൊന്നും ഞങ്ങൾ യൂസ് ആക്കത്തില്ല നിങ്ങൾ വിചാരിക്കും. ബട്ട് ഞങ്ങൾ അതൊക്കെ യൂസ് ആക്കും. പക്ഷെ നിങ്ങളെ പോലെയല്ല. മനസ്സിലായോ? മതി ഒന്ന് മനസ്സിലാങ്ങനെ ചേച്ചി പറയുന്നത്. ചേച്ചി പറഞ്ഞ കാര്യം എന്താണെന്ന് ചേച്ചിനെ മനസ്സിലാക്കും. മനസ്സിലായോ? അതൊക്കെ ഞാൻ മനസ്സിലാക്കിക്കോളാന്നേ. ചേച്ചി പറയുന്നത് ചേച്ചിക്ക് മാത്രം മനസ്സിലാവും. ഈ ലോകത്ത് വേറെ ആർക്കും മനസ്സിലാവില്ല. അതാണ് ചേച്ചിയുടെ ഒരു കുഴപ്പം. എന്തായാലും ഞാൻ വാങ്ങിക്കാൻ പോകുന്നത് നല്ല അടിപൊളി പിങ്ക് നേരത്തെ ഷൈൻ കൊടയാ. നിങ്ങളുടെ കൊടയേക്കാളൊക്കെ ഇപ്പൊ വിലയായിരിക്കും എന്റെ കൊടയ്ക്കൊക്കെ.